Hello, a very warm welcome. Today is Onam Day, so I didn't want to disturb you people. You are already in a positive mood, so I thought I will give you a warm welcome later in the afternoon. How are you all? നമ്മളെ സംബന്ധിച്ച് ഇതുപോലൊരു ഓണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കൂടിച്ചേരലുകൾ ഇല്ലാത്ത ഒരു ഓണമാണ് ഇത്. എങ്ങനെയാണ് നമ്മൾ അതിനെ തരണം ചെയ്തത്? നമുക്ക് ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. മീഡിയയിലൂടെ സോഷ്യൽ മീഡിയ ഈസ് ഹെൽപ്പിംഗ് അസ് എ ലോട്ട് ഇൻ റിമൂവിങ് സർട്ടൻ ഹേർഡിൽസ്. പോകാൻ പറ്റിയില്ലെങ്കിലും we can see our dear and near ones through WhatsApp video call, etc. So kindly use the social media and try to be in the game always. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരിക്കലും സങ്കടപ്പെട്ട് മാറിയിരിക്കരുത്. നമുക്കെങ്ങും പോകാൻ പറ്റും. ഓഫ് കോഴ്സ് സങ്കടം ഉണ്ടാകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. Even I feel very, very, very depressed in these festive occasions. But somehow we have to gather ourselves so that we can overcome this difficulty. ഏതൊരു ഡിഫിക്കൽറ്റി വരുമ്പോഴും we should tell our mind that some solution is there at the end. A light is there at the end of the tunnel. ഓണം നമുക്കൊരു ശുഭ സൂചകമായി ഭവിക്കട്ടെ. ഓണം എന്ന് പറയുമ്പോൾ കുറേ നല്ല മലയാളം പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? എത്ര പേർക്കാണ് പാട്ട് കേൾക്കുമ്പോൾ പോസിറ്റിവിറ്റി ഉണ്ടാവുന്നത്? ഇപ്പോൾ മൈസെൽഫ് പാട്ട് കേൾക്കുമ്പോൾ നല്ല രീതിയിൽ പോസിറ്റിവിറ്റി ഉണ്ടാവാറുണ്ട്. നോട്ട് ഓൾവേസ്, മേ ബി. മിക്കവാറും ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ത്രൂ ഫോൺ അത് കൂടുതൽ സന്തോഷകരമായിരിക്കും. ബട്ട് സ്റ്റിൽ സർട്ടൻ സോങ്സ് ക്യാൻ റീഡ് അവർ മൈൻഡ്. നമ്മുടെ ഇമോഷൻസ് അതേപടി പുറത്ത് കൊണ്ടുപോരുന്നത് പോലെ നമുക്ക് തോന്നും. അതുമാതിരി ഈ ഫെസ്റ്റീവ്സ് എന്തുകൊണ്ടാണ് ഇത്രമാത്രം മധുരതരമാകുന്നത്? വൈ ഫെസ്റ്റീവ് ഒക്കേഷൻസ് ആർ സ്വീറ്റർ? എന്തുകൊണ്ടെന്നാൽ നേരത്തെ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വി ആർ ഓൾവേസ് വെയിറ്റിംഗ് ഫോർ സമ്മൺ അല്ലേ? ആ ഒരു പ്രതീക്ഷയാണ്. സോ ഫെസ്റ്റീവ് ഒക്കേഷൻസ് വരുമ്പോൾ നമുക്ക് ഉള്ളിലൊരു പ്രതീക്ഷയാണ്. സമ്മൺ ക്യാൻ കം, സമ്മൺ ക്യാൻ വിസിറ്റ് us, ഓർ വി ക്യാൻ വിസിറ്റ് സമ്മൺ. രണ്ടുമുണ്ട്. സോ വിസിറ്റിംഗ് എപ്പോഴും, വിസിറ്റ്സ് എപ്പോഴും ഒരു സന്തോഷകരമായ അവസ്ഥയാണ്. ആരെയോ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. വിസിറ്റ് ചെയ്തില്ലെങ്കിലും ഇഫ് വി ഹാവ് സമ്മൺ ടു വെയിറ്റ് ഫോർ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ടും ഭാഗ്യമായിട്ടും നമ്മൾ കരുതണം. ഒരു പാട്ടുണ്ട്, പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണോതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. ഈ ആരോ ഒരു നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു ഇഫക്റ്റാണ് കൊണ്ടുവരുന്നത് അല്ലേ? ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം, പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പടി കടന്നെത്തുന്ന പദനിസ്വനം. So again and again we are coming to the same point that expectations are a great, expectations themselves give this solution sometimes. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തിനോട് താങ്ക്ഫുൾ ആയിരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വി ഹാവ് ടു ബി താങ്ക്ഫുൾ ടു ഗോഡ്
that we are given the opportunity to wait. അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചില സമയങ്ങൾ, I don't want to drag you to sad moments, but still there are certain moments in our life when we don't want to see anybody. Oh, how I wish I don't get any guests today. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ we have to be alone, അല്ലേ? We cannot expect others to come near us. അങ്ങനെ ഒരു അവസ്ഥയും കൂടി നമ്മളിപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു പാട്ട്, നമുക്ക് കർക്കിടകം പോയി ചിങ്ങം വന്നപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. that something good is going to happen. കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പിറകെ പോയി ആവണി തുമ്പിയും അവൾ പെറ്റ മക്കളും വാ വാ വാ. So we wish that this tempest will also leave us and we will get gentle breeze. പിന്നെ ഓണത്തിനെ കുറിച്ച് വളരെ നനുത്ത ഒരു എന്താ പറയുക, I don't want to use the word sad, but still there is a song from a famous movie which won an Urvashi award, Best Actress award for Sharada. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിനോരോ കുമ്പിൽ കണ്ണീര്. So for to go without food, maybe ഒരുപാട് stresses and strains വരുന്ന സമയത്ത് we may have to go without food. That is another thing. Sometimes it so happens that we are at crossroads. എന്താ ചെയ്യണ്ടേന്ന് അറിയാത്ത അവസ്ഥയിൽ these type of songs come to our mind. But why don't we go for a happier mood? ഓണത്തുമ്പി വന്നാട്ടെ ഓമനത്തുമ്പി വന്നാട്ടെ ഒരു നല്ല കഥ പറയാം ഒന്നിരുന്നാട്ടെ ഒന്നിരുന്നാട്ടെ ഒന്നിരുന്നാട്ടെ. ഇത് ഒരുപാട് പഴയ പാട്ടാണ്. I don't know whether it is in 60s or later part of 60s. വളരെ പഴയ പാട്ടാണ്. വേറൊരു പാട്ടുണ്ട്, തൃക്കാക്കര പൂ പോരാഞ്ഞ് തിരുനക്കര പൂ പോരാഞ്ഞ് തിരുമാന്താൻ കുന്നിലെത്തിയ തെക്കൻ കാറ്റേ നിന്റെ ഓമൽ പൂപ്പാലിക ഞാനൊന്ന് കണ്ടോട്ടെ ഒന്ന് കണ്ടോട്ടെ. That boat race, which is Kerala's typical celebration. Just 4 lines, will you allow me? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം വരവേൽക്കാൻ ആള് വേണം കൊടി തോരണങ്ങൾ വേണം വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ ഓദിത്തിത്താരാദിത്തിത്തൈ. So friends, any celebration, any festive occasion reminds us of some good old days, historical happenings which has left its mark upon our life. So always take it like that. We are remembering something. Any occasion, any festive occasion. Sometimes it may remind us of our own childhood. Sometimes it may remind us of our taking part in that celebration at some point of the time. Sometimes it helps us to rejuvenate ourselves. So never lose a chance to take part in any celebration. Or nowadays you cannot take part,
You rejuvenate it in your mind. You create a festive occasion in your mind. You have to do that. No other way. Create a festive occasion. You can watch a movie which depicts that festival. Usually they put movies in TV. Do that. Or listen to some songs from YouTube. You can select any song which tells or describes the situation. You can talk to your old friends. So many things you can do which will rejuvenate yourself. Rejuvenate yourself. That is the advice from me. Take it as advice. No problem. So, friends, please be happy always. Please wait for the end of the tunnel so that you can see the light. Bye.